എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പത്രമാറ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനി ഇങ്ങനെ ഫോണ് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ട് എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അതിലൂടെ പോകുമ്പോൾ ഞാനെ വിളിച്ചു വരുത്തി. അനി ചോദിക്കുന്നുണ്ട്, ഞാനെടുത്ത് ഈ വാഴക്കല്യാണം എന്ന് പറയുന്നത് എന്താ പറയുക, വാഴക്കല്യാണം എന്ന് പറയുന്നത് ദോഷങ്ങൾ മാറാൻ വേണ്ടി തന്നെയാണോ, അല്ലെങ്കിൽ എനിക്ക് 2 വിവാഹമാണോ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ നാനിയോട് ചോദിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ അനി പറയുന്നുണ്ട്, ഞാനിങ്ങനെ ഫോണിലിങ്ങനെ അതിനെക്കുറിച്ച് നോക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് കണ്ടത്. എനിക്ക് ദോഷമുള്ളത് കൊണ്ട് തന്നെയാണോ, അല്ലെങ്കിൽ എനിക്ക് 2 കല്യാണം വിധിച്ച് 2 കല്യാണമാണോ പുരോഹിതൻ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നാന പറയുന്നുണ്ടായിരുന്നു, അങ്ങനെയൊന്നുമല്ല, അത് കുറച്ച് ദോഷങ്ങളുണ്ടായിരുന്നു ഈ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വാഴക്കല്യാണം നടത്തിയത് എന്ന് നാന പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അനി ഇങ്ങനെ സങ്കടത്തോടെ പറയുന്നുണ്ടായിരുന്നു, ഇത്ര കഷ്ടപ്പെട്ടിട്ടൊക്കെ ഈ കല്യാണം നടത്തേണ്ടിയിരുന്നോ നാനയെടുത്തി എന്ന് ചോദിക്കുമ്പോൾ നാന പറയുന്നുണ്ടായിരുന്നു, എന്താ അനി ഇത്, ഇപ്പോഴൊന്നും അല്ല, ഇപ്പോൾ ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല, നാളെ കല്യാണമാണ്, എന്താ പറയുക, ഇനി നല്ല മാനസികാവസ്ഥയിൽ ഇനിയൊന്നും ചെയ്യാനില്ല, നല്ല മാനസികാവസ്ഥയോടുകൂടി തന്നെ കല്യാണത്തിലേക്ക് നീ തയ്യാറെടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയായിരുന്നു. അപ്പോൾ അവിടേക്ക് മുത്തശ്ശി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താ അനി ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ നാന പറയുന്നുണ്ടായിരുന്നു, അല്ല, അത് ഈ വാഴക്കല്യാണം നടത്തിയതിനെ കുറിച്ച് ചോദിക്കുകയായിരുന്നു അനി എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ മുത്തശ്ശിയോടും ഇത് തന്നെ അനി ചോദിക്കുകയും മുത്തശ്ശി കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അത് ദോഷങ്ങൾ മാറാൻ വേണ്ടി തന്നെയാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. മുത്തശ്ശിയോടും നേരിട്ട് അനി ഇങ്ങനെ ചോദിക്കുമ്പോൾ അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങനെയല്ല, ദോഷങ്ങൾ മാറാൻ വേണ്ടി തന്നെയായിരുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ അനി ചോദിക്കുന്നുണ്ട്, ആദ്യം തന്നെ അനാമികയെ കണ്ട് ഉറപ്പിക്കുന്ന ടൈമിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് മുത്തശ്ശിയും പുരോഹിതനെ കാണാൻ പോവാതിരുന്നത്? അന്നേ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ കല്യാണം നടത്താൻ വേണ്ടി നിൽക്കില്ലായിരുന്നല്ലോ എന്ന് അനി സങ്കടത്തോടെ മുത്തശ്ശിയോട് പറയുകയും മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു, അപ്പോൾ അത് അനിക്ക് വിധിച്ച പെണ്ണ് അനാമിക തന്നെയായിരിക്കും, അതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് അന്ന് അത് തോന്നാതിരുന്നത് എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുവരെ അനിക്ക് ഒട്ടും താല്പര്യം തോന്നുന്നുണ്ടായിരുന്നില്ല അനാമികയോട്, ഈ കല്യാണത്തിന് ഒട്ടും ഇഷ്ടമില്ലാതെയാണ് അനി നിൽക്കുന്നത്. തുടർന്ന് കാണിക്കുന്നുണ്ട്, നന്ദു ഇങ്ങനെ സങ്കടത്തോടെ ഇങ്ങനെ ഹാളിലിങ്ങനെ നിൽക്കുമ്പോൾ അവിടേക്ക് അനി വരികയായിരുന്നു. അപ്പോൾ അനി വരികയായിരുന്നു. അപ്പോൾ നന്ദു ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എന്താണ് അനി, ഞാൻ മാറി നിൽക്കുമ്പോൾ അനി എന്തിനാണ് പിന്നെയും ഇങ്ങനെ വരുന്നത് എന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു, അയ്യോ, ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാനൊന്നുമല്ല വന്നത് എന്നും പറയുന്നുണ്ട്. അങ്ങനെ നന്ദുവിനോടും എന്താ പറയുക, അനാമികയോടുള്ള ഇഷ്ടക്കുറവിനെ കുറിച്ച് പറയുമ്പോൾ നന്ദുവും ഒരുപാട് ഉപദേശിക്കുന്നുണ്ടായിരുന്നു. അതിനിടെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, നന്ദുവിനോട് അനി പറയുകയാണ്, എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, നന്ദുവിന് അങ്ങനെ ഒരു ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു, ഇല്ല അനി, എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഞാൻ നല്ലൊരു സുഹൃത്തായിട്ട് മാത്രമേ അനിയെ കണ്ടിട്ടുള്ളൂ, എനിക്കങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റില്ല, മാത്രമല്ല എൻ്റെ 2 ചേച്ചിമാരും ഇവിടുത്തെ മരുമക്കൾ, അവരുടെ അവസ്ഥ തന്നെ പോക്കാണ്, അപ്പോൾ അതിനിടെ ഞാനും കൂടി വരുന്നത് അവർക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ അനി ചോദിക്കുന്നുണ്ട്, അപ്പോൾ ചേച്ചിമാർക്ക് വേണ്ടിയാണോ നന്ദു ഇനി മാറുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അനി. അപ്പോൾ അല്ല, അതുകൊണ്ടല്ല, ഞാനല്ലെങ്കിലും സുഹൃത്തിനെ പോലെ മാത്രമേ അനിയെ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അവിടേക്ക് ജാനകി ഇടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ ജാനകി ഇതൊക്കെ കേട്ടിട്ട് വരുന്നുണ്ട്. അപ്പോൾ ജാനകി ഇങ്ങനെ പറയുന്നുണ്ട്, നീ എന്താ നാളെ കല്യാണമായിട്ട് ഇങ്ങനെ ഇവളോട് സംസാരിച്ചിരിക്കുന്നത്, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് ദേഷ്യത്തോടെ അനിയോട് പറയുകയാണ്. അപ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു, ഞാനിവിടെ നന്ദുവിനെ കണ്ടുകൊണ്ട് നന്ദുവിനോട് സംസാരിക്കാൻ നിന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. നീ എന്തിനാണ് നന്ദുവിനോട് സംസാരിക്കുന്നത്, എനിക്കത് ഇഷ്ടമല്ല, നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്ന് അനിയോട് തുറന്ന് പറയുകയാണ്. അപ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു, അതിന് കാരണം പറ അമ്മ, എന്താ കാരണം പറയാത്ത, അതിൻ്റെ കാരണം പറ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ജാനകി പറയുന്നുണ്ടായിരുന്നു, നന്ദുവിനോടും പറയുന്നുണ്ടായിരുന്നു, നീ എന്തിനാ ഇവനോട് ഇങ്ങനെ സംസാരിക്കാൻ പോകുന്നത്, അപ്പോൾ ഞാനാണ് സംസാരിക്കാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് അനി പറയുമ്പോൾ
അനി പറയുന്നുണ്ട്. അപ്പോൾ ജാനകി വീണ്ടും പറയുകയാണ് നന്ദുവിനോട് ദേഷ്യം പിടിച്ചുകൊണ്ട് തന്നെ, അവൻ വരുന്നുണ്ടെങ്കിൽ നീ ഒഴിഞ്ഞു മാറിപ്പോണം, നീ മുഖം കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിക്കുന്നുണ്ടായിരുന്നു നന്ദുവിനോട്. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് നിന്നോട് കല്യാണത്തിൻ്റെ അന്ന് വന്നാൽ മതി എന്ന്, പിന്നെ എന്തിനാണ് ഇന്ന് വീണ്ടും വന്നത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിക്കുന്നുണ്ട് നന്ദുവിനോട് ജാനകിക്ക്. അപ്പോൾ അനി പറയുന്നുണ്ട് നന്ദുവിനോട്, ഇതൊന്നും കേട്ട് അമ്മ പറയുന്നതൊന്നും കേട്ട് നീ പോകരുത്, ഇന്ന് നീ പോകരുത്, മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ സങ്കടമാവും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയായിരുന്നു അനി. ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് നവ്യ. അപ്പോൾ അവർ ദേഷ്യം പിടിച്ച് ജാനകി അനിയെയും കൂട്ടി പോയിക്കളഞ്ഞു. ശേഷം നവ്യ നന്ദുവിനോട് ചോദിക്കുകയാണ്, എന്താ മോളെ, എന്താ പ്രശ്നം, എന്താണ് ജാനകി എന്താ അങ്ങനെയൊക്കെ പറഞ്ഞത്, ഇളയമ്മ എന്താ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്താണെന്നൊന്നും എന്നോട് ചോദിക്കരുത് ചേച്ചി, പിന്നെ എന്താ പറയുക, അനിയുടെ അമ്മയ്ക്ക് എന്നെ ഇപ്പോൾ താല്പര്യമില്ല, ഞാനിവിടെ നിൽക്കുന്നതൊന്നും താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ വരുന്നില്ല എന്ന് പറയുന്നത്. അച്ഛനോട് 1000 തവണ ഞാൻ പറഞ്ഞു, എന്നിട്ട് അച്ഛനും കേട്ടില്ല എന്ന് നന്ദി ഇങ്ങനെ ദേഷ്യത്തോടെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഇതിന് കാരണം എന്നറിയാൻ വേണ്ടി നവ്യ നയനെ കാണാൻ വേണ്ടി പോയി. ഇതിനിടെ നയനയും ജാനകിയും കനകയും കൂടി ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. നല്ല സാരിയൊക്കെ കനകയ്ക്ക് കിട്ടി, ആദർശ വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു കനക നമ്മുടെ നയനയോട്. നല്ല വില കൂടിയ സാരിയാണ് ആദർശ മോനെ വാങ്ങിച്ചു തന്നത്, എന്തിനാണാവോ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓണമൊക്കെ ആയിട്ട് കല്യാണമൊക്കെ ആയിട്ട് കുറേ സാരിയൊക്കെ കിട്ടി എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു നയനയോട്. ഇതിനിടെ നവ്യ വന്ന് അവിടെ ഇരുന്ന് നയനോട് ചോദിക്കുകയാണ്, എന്താണ് പറ്റിയത്, നമ്മുടെ നന്ദുവിന് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് നമ്മൾ കുറേ ആയി പറയുന്നത്, അവളുടെ മുഖം ഇങ്ങനെ വാടിയത് ഇതുവരെ കണ്ടിട്ടില്ല, എന്താണ് അതിന് കാരണം, നിങ്ങൾ പറയണം, ഞാൻ കുറച്ചൊക്കെ കേട്ടിട്ട് തന്നെയാണ് വരുന്നത്. ജാനകി നന്ദുവിനോട് സംസാരിക്കുന്നത്, ഇളമ നന്ദുവിനോട് സംസാരിക്കുന്നത് കേട്ടിട്ട് തന്നെയാണ് ഞാൻ വരുന്നത്. അപ്പോൾ എന്നോട് സത്യം പറയില്ലെങ്കിൽ ഞാൻ അവരോട് നേരിട്ട് പോയി ചോദിക്കും എന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ കാര്യങ്ങൾ തുറന്ന് പറയുകയുണ്ടായി നവ്യയോട്. അത് നമ്മുടെ നന്ദുവിനൊരു ചെറിയൊരു അബദ്ധം പറ്റി, അവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്കത് നടത്താൻ പറ്റില്ലല്ലോ, നമ്മുടെ അവസ്ഥ ഇതായി പോയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അപ്പോൾ നവ്യയും അത് ശരിവെക്കുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ അവളും കൂടി ഇവിടേക്ക് വരണ്ട, നമ്മുടെ ഗതി തന്നെ ഇപ്പോൾ കുടുങ്ങിയിട്ടാണുള്ളത്, ഇനിയിപ്പോൾ ആ ഒരു ഇതിലേക്ക് അവളും കൂടി വരണ്ട, അത് ആർക്കും ഇഷ്ടമാവില്ല. ഇപ്പോൾ കൂടെ നിൽക്കുന്ന നമ്മുടെ രണ്ടാളെയും കൂടെ നിൽക്കുന്ന മുത്തശ്ശിക്ക് പോലും അത് ഇഷ്ടമായിന്ന് വരില്ല. അതുകൊണ്ട് അത് പറ്റില്ല എന്ന് പറഞ്ഞ് നവ്യം അത് ശരിവെക്കുമ്പോൾ അവിടേക്ക് നന്ദു വരികയാണ്. സങ്കടത്തോടെ നന്ദുവിൻ്റെ മുഖം വിഷമത്തിലായിരുന്നു. അങ്ങനെ അത് നന്ദുവിനെ കണ്ടപാടെ ചെന്ന് നവ്യ ചെന്ന് ഹഗ് ചെയ്യുകയും സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മോൾക്ക് ഇത് വേണ്ട, ഈ ബന്ധം വേണ്ട, മോൾക്ക് വേറെ നല്ലൊരു ബന്ധം കിട്ടും, ഇത് ഇവിടെ ഇനി ശരിയില്ല, നമ്മുടെ അവസ്ഥ തന്നെ നിനക്കറിയാലോ, നയനയുടെ കാര്യം എനിക്കറിയില്ല, എൻ്റെ കാര്യം ഇപ്പോഴും കഷ്ടത്തിൽ തന്നെയാണുള്ളത്, ഇതിനിടയിലേക്ക് നീ ഇനി വരണ്ട എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. നിൻ്റെ മുന്നിൽ നിന്ന് തന്നെ ആദർശേട്ടൻ്റെ അമ്മ ഇടയ്ക്കിടെ പറയുന്നത് കേട്ടിട്ടില്ലേ, ഇനി വരുന്ന അനാമികയാണ് ഇവിടുത്തെ ആദ്യത്തെ മരുമകൾ എന്നപ്പോൾ നമ്മൾ രണ്ടുപേരെയും ഇവിടെ ഉള്ളവർ ഇതുവരെ മരുമക്കളായിട്ട് കണ്ടിട്ടില്ല, വേലക്കാരുടെ സ്ഥാനമാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്, അപ്പോൾ അതിനിടയിലേക്ക് ഇനി നീയും കൂടി വരണ്ട എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംസാരിക്കുകയും സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നവ്യ നന്ദുവിനെ. അപ്പോൾ നന്ദൂട്ടൻ പറയുന്നുണ്ട്, ഇനി മതി, എല്ലാവരും നിർത്ത്, എനിക്കൊരു പ്രശ്നമില്ല എന്നൊക്കെ ഇങ്ങനെ സങ്കടത്തോടെയാണെങ്കിലും പറയുന്നുണ്ട്. പക്ഷെ എത്ര സങ്കടപ്പെട്ടതിനാലും നിൻ്റെ ഉള്ളിലെ വിഷമം എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് അവരെ ഒരുപാട് സമാധാനിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാവരും നയനയും കനകയും നവ്യയും എല്ലാവരും കൂടി നന്ദൂട്ടനെ അങ്ങനെ സമാധാനിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത് മുത്തശ്ശിയാണ്, ഗോപാലേട്ടനെയാണ്. അദ്ദേഹം അവിടെ ഫുഡ് ഉണ്ടാക്കാൻ വരുന്നവരുടെ കൂടെ പാത്രങ്ങൾ കഴുകുകയും വൃത്തിയാക്കുകയും അങ്ങനെ പുറത്തുള്ള ജോലികളൊക്കെ ഇങ്ങനെ നോക്കി നടത്തുകയും ചെയ്യുമ്പോൾ അവിടേക്ക് മുത്തശ്ശി വരികയും മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു, എന്തിനാണ് നിങ്ങൾ ഇവരുടെ കൂടെ ഇരിക്കുന്നത്, അത് നമ്മുടെ കാരണവറായിട്ട് നിൽക്കാൻ വേണ്ടിയാണ്
മുന്നേ തന്നെ കല്യാണത്തിന് മുന്നേ വരാൻ പറഞ്ഞത് എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗോപാലൻ പറയുന്നുണ്ടായിരുന്നു, ഇതെനിക്ക് ശീലമാണ്, നമ്മുടെ അയൽവക്കത്തൊക്കെ ഉള്ള വീട്ടിലൊക്കെ കല്യാണങ്ങളൊക്കെ വന്നാൽ നമ്മൾ ഇങ്ങനെ എല്ലാവരും പരസ്പരം ഹെൽപ്പ് ചെയ്യാറുണ്ട്, സഹായിക്കാറുണ്ട് എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. മുത്തശ്ശിക്ക് വളരെ സന്തോഷമാവുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടെ മുത്തശ്ശി നാനയുടെയും ഒക്കെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വരുന്ന മരുമക്കളൊക്കെ കൊണ്ട് വീട്ടുകാർക്ക് കഷ്ടമാണ് എന്ന് പറയുമ്പോൾ ഗോപാലൻ പറയുന്നുണ്ട്, എൻ്റെ 2 മക്കളെയും കൊണ്ട് ഇവിടുത്തെ ആൾക്ക് എല്ലാവർക്കും കഷ്ടമായില്ലേ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ആ പറഞ്ഞതിൽ ഞാൻ യോജിക്കുന്നില്ല. മൂത്ത ആളുടെ കാര്യമാണ് പറഞ്ഞതെങ്കിൽ അത് ഇച്ചിരി ഞാൻ ശരിവെക്കാം. പക്ഷെ നയന അങ്ങനെയല്ല, നയനയ്ക്ക് എങ്ങനെയാണ് ഒരു കുടുംബം മുന്നോട്ട് പോകണ്ടേ എന്നൊക്കെ അറിയാം എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശി. അപ്പോൾ ആദർശിനെയും നയനയുമാണ് ഈ വീടിൻ്റെ താക്കോൽ ഏൽപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ ആദർശിന് കൊടുക്കുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല, നയനയുടെ കയ്യിൽ കൊടുക്കുന്നതിനാണ് ഇവിടെ എല്ലാവർക്കും എതിർപ്പ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവരിങ്ങനെ സംസാരിച്ച് ഇരിക്കുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് ആദർശിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. ബിസിനസ്സിനൊക്കെ കുറിച്ചിട്ടും പ്രോഫിറ്റിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവിടേക്ക് അനി വന്ന് ആദർശിനെ കൂട്ടിക്കൊണ്ട് പോയി ഇങ്ങനെ ചോദിക്കുകയായിരുന്നു, വാഴക്കല്യാണം എന്തിനാണ് നടത്തുന്നത്, എനിക്ക് 2 വിവാഹം പറഞ്ഞിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നതിനിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. സീരിയൽ വിശേഷങ്ങൾ മുന്നേ അറിയുവാനായി ഈ ചാനൽ എല്ലാവരും നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. താങ്ക്